ആരടാ ആ കുഞ്ഞുമണി ഓറഞ്ചിന് കോഴിക്കോട് വരുവാടാ. ഓ ഇവിടെ ഓറഞ്ച് എവിടെ? ബൗബോ കയ്യിൽ കടിച്ചടാ. എന്തിനു പുറത്തിറങ്ങി ഇങ്ങനെ നടക്കണം നീ? എന്താണ്? ആ പുറത്താരോ വന്നിട്ടുണ്ട്, അപ്പുറത്ത് എവിടേക്കോ വന്നത്. സുത്മ ഓറഞ്ചോ? ഉമ്മൻ്റെ ഓറഞ്ച് കുട്ടിയുടെ അപ്പുറത്തേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ എല്ലാവരും വണ്ടി ഇവിടെ കൊണ്ട് നിർത്തുക. വേറെ സ്ഥലമില്ലല്ലോ, അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. എൻ്റെടി ആണ്ടടി പൊന്നി. ഓ നമ്മുടെ സ്വത്തേടി. എനിക്ക് നമ്മുടെ പൂച്ചകളെ തൊടുന്ന പോലെ ഇവനെ തൊടാൻ പേടിയാണ്. പുറത്ത് വളർത്തുന്നതല്ല, സ്നേഹം കാണിക്കുന്നത്. കുട്ടോ പോണേട്ടാ, മൈൻഡ് വെക്കില്ല. ഞാൻ പുറത്ത് പോകണം, അപ്പോഴേ എൻ്റെ അടുത്ത് വരുള്ളൂ. ഇവിടേക്ക് വന്ന് ഇവർ കടിക്കാൻ ഓടിക്കുന്നുണ്ട്, കണക്കത്തില്ല. പോയ പോക്ക് കണ്ടില്ലേ, മൈൻഡ് പോലും ഇല്ല. ഓറഞ്ചു ഇത്ര നേരം എനിക്ക് പണിയായിരുന്നു. തുണി അലക്കി ഇത് ഉണക്കട്ടു. ഇത് രണ്ടെണ്ണം കിടക്കുന്നത് ഇവിടെ മുറ്റമൊക്കെ നടിച്ച്. പിന്നെ ഇവർ മണ്ണൊക്കെ ചവിട്ടി കയറ്റി സിറ്റ് ഔട്ടിൽ എപ്പോഴും അഴുക്കാം. അപ്പോൾ അടിച്ച് കയറി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇതാക്കി ഇടയ്ക്ക് ഡ്രൈ ആയി. ഇനിയിപ്പോൾ വീണ്ടും തന്നെയല്ലേ. കുഞ്ഞു പോയി. ഓക്കെ പിന്നെ അവിടെ സിറ്റ് ഔട്ടിൽ കിടന്ന് ഉറങ്ങിക്കോട്ടെ. കൈ നല്ല കടി കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ചയായി, മുറിവ് ഉണങ്ങണേ ഉള്ളൂ. മരുന്ന് വെക്കാനൊന്നും വിടില്ലല്ലോ, എന്താ ചെയ്യാം. തൊടാൻ എനിക്ക് പേടി. ഓറഞ്ചുമ്മ മേലെ കയറി ഇരിക്ക്. ഇവിടെ കിടക്കാനൊന്നും എനിക്ക് കാവലായിട്ട് ഇങ്ങനെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ അമ്മക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. ഈ സമയം 2:30 കഴിഞ്ഞു. 2:35 ആവാനായി. 5 മിനിറ്റ് ആയിപ്പോൾ, കൂടുതൽ 2:30 കുറച്ച് കൂടുതൽ. എനിക്കാണെങ്കിൽ വിശക്കുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇത് കാക്ക ഇന്നാണ് ഇത്തിരി വെയിലുള്ളത് കേട്ടോ. അവിടെ കറുപ്പൻ നോക്കണില്ലേ. ഹായ്. ഒരു ചെവി ഇങ്ങനെ താഴ്ത്ത് കിടക്കും, ഒരു ചെവി ഇങ്ങനെ നമുക്ക് ഓറഞ്ച് ഒച്ചു ക്ലീനിങ്ങില്ലാണോ ഡിഷുണ്ടടി ചുണ്ടടി ചെക്ക. അപ്പോൾ കണ്ടു കേട്ടില്ലേ, ചുണ്ടനാണ് ചുണ്ടന്. നമ്മുടെ പൊന്നും കട്ടിയാണ്, ചക്കരക്കുട്ടിയാണ്. ഇത് പിന്നെ ഇതൊക്കെ ആ ഊനാലിൻ്റെ കയറിനൊക്കെ നായി വലിച്ച് താഴേക്കിട്ടതാണ്. കടിച്ചടിച്ചെടുത്തിട്ട് പറഞ്ഞേ കേൾക്കണ്ടേ. രാത്രി അവർക്ക് പണി അതൊക്കെ ആ ചെറുതിൻ്റെ. എന്നിട്ട് രാവിലെ ഒന്നും അറിയാത്ത പോലെ തങ്കം സത്യം.